ചില കറിയൊക്കെ കൂട്ടിക്കഴിച്ചാൽ വയറും മനസ്സും തൃപ്തിയായി എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? അതുപോലെ ഒരു കറിയാണ് ഇത്. തക്കാളിച്ചാറ്. ഇത് റൈസിൻ്റെ കൂടെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എങ്കിലും ഇഡ്ലിയും ദോശയൊക്കെ ഈ ചാറിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞൊന്ന് കഴിച്ചു നോക്കണേ, എന്താ ടേസ്റ്റ് എന്നറിയോ? വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കറി നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ലൈഫ് മുഴുവൻ ഈ കറി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അത്രയ്ക്കും ടേസ്റ്റാണ്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ 2 വലിയ തക്കാളിയും 6 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു അളവ് പറഞ്ഞതാണേ. ഏകദേശം ഇതൊരു 400 ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാവും തോന്നുന്നു. 350-400 ഗ്രാമിൻ്റെ അടുത്ത്. കുറച്ചൊരു വലിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരു 5 to 6 ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിൽ. തക്കാളി ക്ലീൻ ചെയ്ത് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള വല്യുള്ളി ഒന്ന് റഫായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ ചെറിയുള്ളി എടുക്കാം, പക്ഷെ വല്യുള്ളി തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി അധികമായി പോകരുത്, ഈ കറിയുടെ ടേസ്റ്റ് പോവും. തക്കാളിയുടെ ടേസ്റ്റാണ് ഇതിന് എടുത്ത് നിൽക്കേണ്ടത്. വറ്റൽമുളക് ചേർക്കുന്നുണ്ട്, ഒരു 5-6 എണ്ണം. എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. വാളൻപുളി ചേർക്കുന്നുണ്ട്, ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ. ഇത് നിർബന്ധമാണേ. ഇനി വെജിറ്റബിൾസിന്റെ ലെവലിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുത്തോളൂ. ഇനി കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ, അത്രയും മാത്രം മതി. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടും. കുക്കിംഗ് കഴിഞ്ഞ് പ്രഷർ എല്ലാം റിലീസ് ആയതിനു ശേഷം മാത്രം കുക്കർ തുറക്കുക. ഞാനിവിടെ കുക്കർ തുറന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് തക്കാളിയുടെ തോലെല്ലാം എടുത്തു മാറ്റി കളയാന്നുള്ളതാണ്. കുക്ക് ചെയ്തതുകൊണ്ട് ഫ്ലഷ് എന്ന തോലെല്ലാം വിട്ട് കിടക്കുന്നുണ്ടാവും, അപ്പോൾ എളുപ്പമാണ്. അടുത്തതായിട്ട് ഞാൻ ചെയ്തത് കുക്കറിൽ നിന്ന് വെജിറ്റബിൾസ് എല്ലാം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. അതിൻ്റെ സ്റ്റോക്ക് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ബാക്കി വന്ന വെള്ളം നമ്മൾ പിന്നീട് യൂസ് ചെയ്യും, കളയുന്നില്ല. മിക്സിയിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ചേർക്കുകയാണ്. ആദ്യം ചേർക്കുന്നത് തേങ്ങയാണ്, 1/2 കപ്പ്. അത് കൊത്തിയെടുത്തതോ ചിരവിയെടുത്തതോ ആവാം. ഇനി കുറച്ച് പൊടികളാണ് ചേർക്കേണ്ടത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ചുവന്ന മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ചേർക്കാം, ഒരു നിറത്തിന് വേണ്ടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് കുറച്ചായിട്ട് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. നോർമൽ വെള്ളം ചേർക്കുന്നതിന് പകരം നമ്മൾ വെജിറ്റബിൾസ് വേവിച്ചെടുത്ത വെള്ളം തന്നെ ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, പിന്നെ 2 പച്ചമുളക് മീഡിയം സ്പൈസി ആയിട്ടുള്ളതായാലും മതി, വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആ പച്ചമുളകിൻ്റെ നിറം മാറുന്നത് വരെ ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് കായത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, ചുവന്ന മുളക് ഒരു 3 എണ്ണം, കറിവേപ്പില 2 തണ്ട്, ഇത്രയും ചേർത്ത് ഒരു 8-10 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം, ഇളം തീയിലെ. ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്ത തക്കാളി ഉള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ സ്റ്റോക്ക് വെച്ചിട്ട് തക്കാളി വേവിച്ച വെള്ളം വെച്ചിട്ട് മിക്സി ഒന്ന് കഴുകി അതും കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് കുറച്ച് നല്ല ലൂസായിട്ടുള്ള കറിയാണേ, അപ്പം ബാക്കി വന്ന സ്റ്റോക്ക് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്തിട്ട് ഇനിയും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇനിയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടെ തന്നെ ഉപ്പും കൂടെ ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസത്തിൻ്റെ അത്രയും ലൂസും അല്ല, സാമ്പാറിൻ്റെ അത്രയും കട്ടിയല്ല, അങ്ങനെയാണേ വേണ്ടത്. പക്ഷെ ഞാനിവിടെ ഇന്ന് ഒരു ഇത്തിരി കട്ടിക്കാണ് ഇത് എടുക്കുന്നത്. ഞാൻ ഇന്ന് ഈ ഒരു കട്ടിക്കാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം തീയിൽ ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം, സിമർ ചെയ്യാൻ വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുമ്പോൾ ഇതുപോലെ പതഞ്ഞു വരുന്നത് കാണാം. പക്ഷെ ഈ പതയും അടങ്ങിയിട്ട് നന്നായിട്ട് തിളച്ച് കിട്ടണം നമുക്ക്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ശേഷം അതിലേക്ക് ഒരു പിടി മല്ലിയില
തൂവി കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ തക്കാളി ചാറ് ഇവിടെ റെഡിയാണ്. വളരെ ടെംപ്റ്റിംഗ് ആണ്, ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കൂ കേട്ടോ. ഇനി ഇതിന്റെ പേരറിയണ്ടേ? ഇതാണ് കൊങ്കൺ സ്പെഷ്യൽ ടൊമാറ്റോ സാറ്. ചാറ് എന്ന് പറയുന്നതിന്റെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പ്രൊനൗൺസിയേഷന്. കൊങ്കൺ റീജിയൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, മഹാരാഷ്ട്രയുടെയും ഗോവയുടെയും കർണാടകയുടെ ഒക്കെ കോസ്റ്റൽ ഏരിയ ആണ് കൊങ്കൺ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേറ്റിലും ഇതിന്റെ പല പേരുകളിൽ ഇതേ ഡിഷ് അവൈലബിൾ ആണ്. പിന്നെ ഇത് മൺസൂൺ സമയത്ത് സൂപ്പായിട്ടും കഴിക്കാം കേട്ടോ. അപ്പം വീട്ടിലുണ്ടാക്കിയിട്ട് ഇത് ചോറിന്റെയും ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ കൂടെ കഴിച്ചു നോക്കൂ കേട്ടോ. ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ അളവിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കറിയാണിത്. അപ്പോൾ എന്നിട്ട് കമന്റിൽ ഫീഡ്ബാക്ക് തരൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.